പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മന്ത്രി സജി ചെറിയാൻ, പി രാജീവ് അടക്കമുള്ളവർ എത്തിയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിന് പുറമെ നമുക്ക് പറയാൻ കഴിയുന്നത് ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയും കൂടുതൽ മരുന്നുകൾ നൽകിയുമൊക്കെ തന്നെ അത് സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഇതിൽ ഈ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം അതും സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുള്ള കാരണം എന്നത് അതിൽ ഈ ആന്തരിക അവയവങ്ങളുടെ അടക്കം തലയ്ക്കടക്കമുള്ള മുറിവ് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ NSK ഉമേഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. പ്രത്യേക സംഘം സർക്കാരിൻ്റെ നിയോഗിച്ച പ്രത്യേക മെഡിക്കൽ സംഘമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ ആശുപത്രിയിലെത്തി ഉമാ തോമസിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം സർക്കാർ നിയോഗിക്കുന്ന ഈ മെഡിക്കൽ സംഘത്തിൻ്റെ കൂടി റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഇപ്പോൾ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘമാണ് ഇപ്പോൾ റിനേ മെഡിസിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി അവർ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. റവന്യൂ മന്ത്രി കെ രാജൻ റിനേ മെഡിസിറ്റിയിലേക്ക് എത്തുകയാണ്. നേരത്തെ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി പി രാജീവ് അടക്കം എത്തിയിരുന്നു, ജില്ലാ കളക്ടർ. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച ഭാഗത്ത് നിന്നുള്ള കൂടുതൽ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക്. കോട്ടയത്ത് നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ഇപ്പോൾ റിനേ മെഡിസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാർ നിയോഗിച്ച ഡോക്ടർമാർ, വിദഗ്ധ സംഘമാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്.